സൗദി ആലപ്പുഴ വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ റമദാനിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. സൗദിയിൽ ഇവരുടെ കൊട്ടാരം, നമുക്കല്ലേ കൊട്ടാരം അല്ലാത്ത എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഹലോ എവരിബഡി, സൗദി ആലപ്പുഴ വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സവയുടെ നേതൃത്വത്തിൽ ദമാമിൽ ഞങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സ്പോൺസർഷിപ്പിൽ കുറച്ച് ആൾക്കാർക്ക് നമുക്കിവിടെ ഡെസേർട്ടിൽ പോയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇഫ്താറിൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കുറേ നല്ല കാഴ്ചകളിലേക്കാണ്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിക്കാരും അതിൻ്റെ അംഗങ്ങളും എല്ലാവരെയും നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടാം. ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് മഹാന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ കണ്ട് അവരുടെ കുറച്ച് സംഭാഷണങ്ങളൊക്കെ കേട്ട് പ്രസംഗങ്ങളൊക്കെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം കാഴ്ചകളുമായിട്ട്. പിന്നെ നമ്മൾ സൗദി ആലപ്പുഴ വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ റമദാനിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. നമ്മുടെ ഏറ്റവും ഒരു പുണ്യപ്രവർത്തി എന്നുള്ള രീതിയിൽ ഈ മരുഭൂമിയിൽ പെട്ടുപോകുന്ന ആട്ടിടയന്മാർക്കുള്ള ഭക്ഷണമായിട്ട് നമ്മൾ പോവാണ്. മലബാർ ഗോൾഡാണ് നമ്മളോടൊപ്പം എല്ലാ വർഷവും സഹകരിക്കുന്നത്. ഇത്തവണ അവർ ഓൾറെഡി നമ്മുടെ ഇത് ഫുഡ് തന്നു കഴിഞ്ഞു. അപ്പോൾ ഫാമിലികൾ ഉൾപ്പെടെ കുറേ ആളുകൾ അവിടെ എത്തും. അപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ അവർക്ക് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇത് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അവിടെ നിന്ന് നമ്മൾ മരുഭൂമിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് തിരിച്ചെത്തണമെന്നാണ്. ഓക്കെ, സെറ്റ് അല്ലേ? വണ്ടി ഫുൾ അല്ലേ? ലോഡിങ് കംപ്ലീറ്റ്. അപ്പോൾ ആട്ടിടയന്മാർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലോഡിങ് കംപ്ലീറ്റഡ്, മിഷൻ എത്രയും പെട്ടെന്ന് നമ്മൾ ഓക്കെ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ ശരി, അയച്ചിട്ടുണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? ആ ഓക്കെ ശരി. മരുഭൂമിയിൽ എത്തുമോ? എത്താറായി. നമ്മൾ ഉൾപ്രദേശത്തിലേക്കാണ് പോകണം. കുറേ നേരം അതിൽ എന്നെ കൊണ്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് എന്താണെന്നറിയാം, എല്ലാവരും ഈ തൊട്ടടുത്ത് ഈ മരുഭൂമിയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ എത്തിപ്പെടും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകൾ എത്തിപ്പെടാത്ത ഭക്ഷണം കിട്ടാത്ത ആട്ടിടയന്മാരുണ്ടല്ലോ, അവരെ തേടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ റിസ്ക് എടുക്കണം. കണ്ണത്താ ദൂരത്ത് മരുഭൂമികൾ. ഒട്ടകം, അൽ ഒട്ടഹ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒട്ടകത്തിനും കൂടെ ഭക്ഷണം കൊടുക്കണം. ഇതാണ് കൊടുക്കാൻ നിർത്തിയതാ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ട, ഇതാണ് ഒട്ടകത്തെ മേയ്ക്കുന്നവരുടെ താമസ സ്ഥലം. ഇവിടെ ആളെ നോക്കാം നമുക്ക്. അവിടെ ഉണ്ട്, ആളുണ്ട്. ഇപ്പം അങ്ങോട്ട് നടന്നു പോകണുണ്ട്. ഒട്ടകത്തെയും കൊണ്ട് അങ്ങോട്ട് നടന്നു പോകണുണ്ട്. നമുക്ക് റൈറ്റ് തിരിക്കും. ഫ്രണ്ട് എടുക്കാൻ പറ്റുമോ? ആ കയറും. എടുത്തോ, ബാക്ക് എടുത്തോ.
ഇതാണ് സൗദിയിലെ കൊട്ടാരം കേട്ടോ. സൗദിയിലെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. സൗദിയിലെ ഇവരുടെ കൊട്ടാരം, നമുക്കല്ലേ കൊട്ടാരം അല്ലാത്ത. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. എല്ലാവരും വിളിച്ചിട്ട് എവിടെ ഇരിക്കാം, ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ ഒരു നോമ്പും തുറക്കാം, ഇവരുടെ തന്നെ നോമ്പ് തുറക്കാം അല്ലേ. അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഇന്നാണെ വെയിലുണ്ട്, ചൂടുണ്ട്. ഇത്രയും ദിവസം തണുപ്പായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നല്ല ചൂട്, നല്ല വെയിലും ഉണ്ട് ചൂടും ഉണ്ട്. കണ്ണെത്താ ദൂരത്ത് കിടക്കണ്ട. സഹായിക്കാം. വെള്ളമില്ല, ആളുമില്ല, ഒന്നുമില്ലാത്ത ഏരിയയിൽ നിൽക്കുക. നോക്കി ഈ പമ്പ് അങ്ങോട്ട് കയറ്റാ. ഓ, ഈ ബമ്പിൽ കൂടെ കയറി വേണം പോകാൻ. കയറ്റണല്ലേ, നമ്മൾ കയറ്റിയല്ലേ പറ്റുമോ, വേറെ മാർഗമില്ലല്ലോ. അവിടെയും കൊടുത്ത് ഇവരൊക്കെ എന്ത് ചെയ്യുമല്ലോ ഈ സമയത്ത്. പക്ഷെ നമ്മൾ വിളിച്ചേട്ടാ എന്നോട് അതിനകത്തുള്ളത് നമ്മളവിടുന്ന് കളയുന്ന കുബൂസില്ലേ, അത് കളയാതെ ഇവിടെ എന്തായാലും മഗ്‌രിബ് ബാങ്ക് വിളിക്കാനുള്ള നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. പക്ഷെ അൽഹംദുലില്ലാ അതിനു മുമ്പ് 100ഓളം ആളുകൾക്ക് നമുക്ക് ഇന്ന് ഇഫ്താർ കിറ്റുകൾ കൊടുക്കാൻ പറ്റി. നമ്മൾ കൊടുത്ത ഭക്ഷണം കൊണ്ടാണ് അവർ നോമ്പ് തുറക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്. നമുക്ക് ഈ ഭക്ഷണം തന്നത് മലബാർ ഗോൾഡാണ്. ഈ ഭക്ഷണവുമായിട്ട് ശരിക്കും ഇവർക്ക് പോയ എക്സ്പീരിയൻസ് എന്തായിരുന്നു നിമിഷാറേ? ഞങ്ങൾക്ക് ഉള്ളറകളിലൊക്കെ പോയപ്പോൾ വളരെ എങ്ങനെയാ നമ്മളുടെ ആ ഭക്ഷണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു അല്ലേ? എന്ത് പറയുന്നു റിജു? നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് ഇത്തവണയും മലബാർ ഗോൾഡ് ഈ ഒരു കിറ്റ് നമുക്ക് ലഭ്യമാക്കുകയും നമുക്ക് ഈ സഭയുടെ പേരിൽ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഈ ആടിനെ മേയ്ക്കുന്നവർക്ക് നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയത് വലിയൊരു പുണ്യപ്രവർത്തനമാണ് ഈ റമദാൻ മാസത്തിൽ. അതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ. സിറാജേ, കുടുംബമായിട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്കും നമ്മളോടൊപ്പമുള്ള ഫാമിലിക്കും ഒക്കെ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വിഭിന്നമായി മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഒരു നേരം തന്നെ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ദൗത്യം, അതിന് കൂടെ നിന്ന് മലബാർ ഗോൾഡിനും അതുപോലെ തന്നെ സഭയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ പറയുന്നു കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ മലബാർ ഗോൾഡ് ഇപ്രാവശ്യവും നമ്മളുമായിട്ട് സവായുമായി ചേർന്ന് ഈ രാഷ്ട്രീയമാർക്കുള്ള ഒരു നേരത്തെ ഇഫ്താറിനുള്ള ഇത് കൊടുക്കാൻ വേണ്ടി എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം വന്നവരാണ് നിങ്ങൾ എന്നുള്ളത് നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് ഇഫ്താർ നമ്മൾക്കും കുടുംബാംഗങ്ങൾക്കും സ്വസ്ഥമായിട്ടിരുന്ന് ഇവിടെ തന്നെ ഇഫ്താർ നടത്തണമെന്ന് പറഞ്ഞിട്ട് വേദി ഒരുക്കി തരികയും ചെയ്തിട്ടുണ്ട്. സൗദി പൗരന്മാരൊക്കെ അല്ല, വളരെയേറെ സന്തോഷം. ഞങ്ങൾ ഇങ്ങനെ ഈ ഒരുപാട് നമ്മൾ ഇഫ്താറുകൾ പങ്കെടുക്കാറുണ്ട്.
നോമ്പുറകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി ഇന്നിപ്പോൾ ഈ മലബാർ ഗോൾഡ് നൽകിയ ഈ കിറ്റ് നമ്മൾ കൊടുത്തതോടുകൂടി വളരെയേറെ സന്തോഷം നമ്മൾക്കും അത് സ്വീകരിച്ചവർക്കും. അതിലൂടെ സൗദി പൗരൻ നമ്മളൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം നമ്മളെ വളരെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ഞങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ തരികയൊക്കെ ചെയ്തു. നമുക്ക് നമുക്കെല്ലാവർക്കും ആയിട്ടുള്ള തമറൊക്കെ തന്നിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ പാല് തന്നിട്ടുണ്ട്. സന്തോഷം. അത് വലിയൊരു അനുഭവമാണ്. കാരണം ഇന്ന് ഇവിടെ നമ്മുടെ സഹോദരിമാർ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇവരാണ് ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം ഒരു ഇതിൽ പോയത്? അൽഹംദുലില്ലാ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം 2 വർഷം മുമ്പും മലബാർ ഗോൾഡിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളിവിടെ വരികയും അട്ടിടയന്മാർക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്തു. അതെന്ന് വെച്ചാൽ ഈ നോമ്പ് മാസത്തിൽ ഇത്രയും നല്ലൊരു പുണ്യകർമ്മം സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്താൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. അതിന് നമുക്കൊരു സഹായമായിട്ട് നിന്ന മലബാർ ഗോൾഡിന് എല്ലാം നന്ദിയും പറയുന്നു. അൽഹംദുലില്ലാ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളെ കാണുമ്പോഴേ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മലബാർ ഗോൾഡിന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു നന്ദി. താങ്ക്സ്. ടീച്ചറെ എന്നെ സംബന്ധിച്ചത് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. പക്ഷേ ഇതൊരു എനിക്കതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിന് വരണമെന്ന് ആഗ്രഹിച്ച് തന്നെ വന്നതാണ്. പക്ഷെ ഭയങ്കര വലിയ അനുഭവമാണ്. കാരണം ഇത് കാണുമ്പോഴും നമുക്ക് അത് ഒരുക്കി തന്ന മലബാർ ഗോൾഡിന് നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ സഭയിലെ എല്ലാ ആൾക്കാരും ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് കൂടി ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുന്നത്. അത് ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കും. എന്നാലും ഈ മഹത്തായ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് 3 വർഷമായിട്ട് ഇതിനോടൊപ്പം ഉണ്ട്. ഇതിനോട് സഹകരിച്ച മലബാർ ഗോൾഡിനും സഭയിലെ എല്ലാ അംഗങ്ങൾക്കും എക്സ്പീരിയൻസ് കാത്തിരുന്നിട്ട് തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയൊരു പ്രത്യേക അനുഭവമാണ്. നമ്മൾ ആടുജീവിതം സിനിമയിലൊക്കെ കണ്ട പോലെ ഇങ്ങനെ മരുഭൂമിയെ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഒരറ്റം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഒരു വലിയ എന്താ പറയുക ഗാഢമായ കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ കൂടി ഇത്രയും അടുത്ത് നമുക്കിങ്ങനെ ഒരു ഭക്ഷണ വിതരണവും അതിലുപരി എന്താണ് ഈ മരുഭൂമിയും ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ മനുഷ്യരുടെ ഏകാന്തതയിലുള്ളൊരു ജീവിതത്തെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു വേദി കൂടി ഈ ഒരു സംരംഭം നമുക്ക് അനുഭവം തന്നു. എല്ലാവിധ ഭാവങ്ങളും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഈ ഭക്ഷണം തിന്നവർക്കും എല്ലാവർക്കും. ഈ ഭക്ഷണം കണ്ടിട്ട് അടുത്ത നാട്ടിൽ എത്തിയതാണ്. എന്ത് തോന്നുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ്? വളരെ വലിയൊരു അനുഭവം തന്നെയാണിത്. ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനൊരു വലിയ ഒരു സംഗമം പോലെ തന്നെ, അതായത് ഇതൊക്കെ അനുഭവിക്കാനും എന്താ പറയുക ഇവരുടെ ജീവിതം നമ്മളുടെ ഒരു നേർക്കാഴ്ച നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെ ഇങ്ങനെ ഒരു സംഘാടകരും ഇങ്ങനെ ഒരു ടീമിനും ഒരു ബിഗ് സല്യൂട്ട്. വീണ്ടും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു.